വെൽക്കം ബാക്ക് ടു ജാങ്കോ ട്യൂട്ടോറിയൽ. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് ലോഗിൻ ബട്ടണും ദെൻ ലോഗൗട്ട് ബട്ടണുമായിരുന്നു. ഇന്ന് നമുക്കൊരു രജിസ്റ്റർ പേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു രജിസ്ട്രേഷനിലൊരു ബട്ടൺ വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയിട്ട് നമ്മുടെ HTML പോയി നമുക്കൊരു ഫീൽഡ് ആഡ് ചെയ്യാം. header.html ആണ്. ഓൾറെഡി ഒരു കാര്യം ശ്രദ്ധിക്കാം, നമുക്ക് ലോഗിൻ്റെ കൂടെയാണ് രജിസ്റ്റർ ബട്ടണും കൂടെ വരേണ്ടത്. അതായത് ലോഗിൻ ചെയ്ത ഒരാൾക്ക് രജിസ്റ്റർ ബട്ടൺ കാണേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഇവിടെ തന്നെ ഒരു ബട്ടൺ രജിസ്റ്ററിന് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ലിങ്ക് മാറ്റി ലോഗിൻ നമുക്കത് പിന്നീട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. രജിസ്റ്റർ ജസ്റ്റ് കൊടുത്തെന്നുള്ളൂ. നമുക്ക് ഇതേ നെയിമിൽ ഒരു ഒരു URL ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കും, കാരണം ഇത് ഓൾറെഡി കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട്. ഇപ്പോൾ തൽക്കാലം ലോഗിൻ തന്നെ ഇരിക്കട്ടെ. നമുക്കിത് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ രജിസ്റ്റർ. ഓക്കെ, നമുക്ക് രജിസ്റ്റർ ബട്ടൺ ഇപ്പോൾ നമുക്ക് ലോഗിൻ വെച്ചാണ്. രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്ററിൻ്റെ ഒരു പാത്തും വ്യൂ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് urls.py പോയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഒരു ബട്ടൺ ചെയ്യാം. രജിസ്റ്റർ. ഓക്കെ, ഇനി നമുക്കൊരു ലോഗൗട്ട് യൂസ് രജിസ്റ്റർ എന്ന് തന്നെ പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കാം. നെയിം. ഓക്കെ, ഇവിടെ ഒരു കോമ മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനി വ്യൂ ഫംഗ്ഷനിൽ പോയിട്ട് രജിസ്റ്റർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. രജിസ്റ്റർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് പാസ് ചെയ്തിടാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ട ഫീൽഡുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതൊരു യൂസർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടുമ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ക്രിയേറ്റ് സൂപ്പർ യൂസർ ചെയ്ത് നമുക്ക് കാണാറില്ലേ, പൈത്തൺ manage.py ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഓക്കെ, നമുക്ക് യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെ പല ഫീൽഡ്. ഇതിപ്പോൾ സൂപ്പർ യൂസറിന് വേണ്ടില്ല, നമുക്ക് സാധാ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണൊരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു HTML ഫയൽ വേണ്ടേ ഫസ്റ്റ് തന്നെ നമുക്ക്. അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു HTML ഫയൽ ആദ്യം ഇതിനകത്ത് റിട്ടേൺ എൻ്റർ കൊടുക്കാം. റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ register.html എന്നൊരു പേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേജ് കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് register.html ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ HTML ഫയൽ നമുക്ക് കുറച്ച് ഡീഫോൾട്ടായിട്ട് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. index.html എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം പേജിൽ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് മാൻഡേറ്ററി അല്ല.